സീറ്റേ ആകെ RCBന്റെ അവസ്ഥ ആയിരിക്കണം, മാന്തി പൊളിച്ചുകളൊക്കെ കൂടി. ഇത് പിന്നെ എന്താ വെച്ചാൽ ഒരു വ്യത്യാസമുള്ളത്, ഇത് കവറിട്ടാ മായും, അല്ലെങ്കിൽ വേറെ ഒന്ന് അടുപ്പിച്ചാൽ മതിയോ. RCB ഇപ്പോൾ ജെയ്സി മാറ്റിയിട്ടും പേര് മാറ്റിയിട്ടും ഒന്നും ഒരു മാറ്റവും ഇല്ല. എല്ലാവരും കയറി മാന്തി പൊളിച്ചു വിടുകയാണ്. എനിക്കിത് തിരിച്ചിട്ടൂടെ? RCBന്റെ അവസ്ഥ പതിവിൽ നിന്നും വ്യത്യസ്തമല്ല. അല്ല, അത് നിങ്ങൾക്കിത് സ്ഥിരം ഉള്ളതുകൊണ്ടേ നിങ്ങൾക്കിത് പരിചയിക്കാറല്ലേ. അതിപ്പോ നമ്മള് പണ്ടേ പറഞ്ഞ കാര്യമാണല്ലോ, ഇത് പുത്തേരിയല്ല എന്നുള്ളത്. എത്ര കാലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, കോഹ്ലി ഇപ്പൊ ടെസ്റ്റ് കളിച്ചാണോ വൺ ഡേ കളിച്ചാണോ? അല്ല, അതിപ്പോ ടീമിന്റെ അവസ്ഥ വെച്ച് പരിഗണിക്കുമ്പോ ഇങ്ങനൊക്കെ കളിച്ചേണ്ടി വരും. IPL-ലെ ഏറ്റവും സ്ലോവസ്റ്റ് സെഞ്ചുറിയാണ്. അല്ല, എന്നാലിപ്പോ സ്കോർ പറഞ്ഞാലിപ്പോ ആ നിലയ്ക്ക് എത്തിച്ചത് മൂപ്പരാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും നേരം അവിടെ നിന്നാണ്ട് അത്ര ബോള് പോയി, ബാക്കിയുള്ളവര് നേരത്തെ ഒന്നിനും അവർക്ക് അടിക്കാൻ, ഇത് വന്നേക്ക് അവർ അടിച്ചാൽ നോക്കിയപ്പോ അവർ ഔട്ടായി. അല്ലുണ്ടായത് അല്ല, അതെന്താ മനസ്സിലാക്കാത്തത്? 150 മേലെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. പിന്നെ പറഞ്ഞാലും ഇപ്പൊ കഴിഞ്ഞ കളി കണ്ടതല്ലേ, ബാക്കിയുള്ളവര് കുറെ അടിച്ചതൊക്കെ. ആരെങ്കിലും അത്രയും നേരം നിന്നെങ്കിൽ 150 മേലെ ആവൂല സ്ട്രൈക്ക്. അതാണ് വിഷയം. അതെന്താ മൂപ്പര് നിന്നിട്ട് ബാക്കിയുള്ളവർക്ക് ബോൾ ഇട്ടില്ല, അവര് വന്ന് അടിച്ചു ഔട്ടോ. അപ്പൊ കഴിഞ്ഞ കളിയിലോ വന്നേക്കാൻ അതന്നെ, കഴിഞ്ഞ കളിയിൽ മൂപ്പര് പറയുന്നില്ലേ, ലാസ്റ്റ് വരെ നിന്ന്. ലാസ്റ്റ് വരെ നിന്നിട്ട് കഴിഞ്ഞ കളിയിൽ പെട്ടെന്ന് ഔട്ട് ആയതുകൊണ്ട് അതിന്റെ മുമ്പത്തെ കളിയിലോ ലാസ്റ്റ് വരെ നിന്നില്ലേ, അന്നത്തെ അടുത്ത് 83. അന്നും മോശം. അതാണ് പറഞ്ഞത്, അന്ന് 83 എടുത്ത് അതും തോറ്റി. മൂപ്പരാണ് ആ മാന്യമായ ടോട്ടൽക്ക് അവിടെ എത്തിച്ചത്. പിന്നെ തുടക്കത്തിൽ ആ സ്പിന്നിനെതിരെ സ്ട്രഗിൾ ചെയ്തു. ഇപ്പൊ ലാസ്റ്റ് 37 ബോളിന് 75 റൺസ് കോലെടുത്തിക്കണേ. ആ സ്പിന്നിനെതിരെ ഷാലും അശ്വിനൊക്കെ അങ്ങനെ എറിഞ്ഞാ ബന്ധ കാട്ടണം. സ്പിന്നർമാര് നല്ല ഷഹബാസിനെ പുറത്ത് എടുത്തതാണ് ആപനെ ദാഗറിനെ എന്തിട്ട് എടുത്തേക്കുന്നത്. മാനേജ്മെന്റിനോട് ചോദിക്കേണ്ടി വരും. കാരണം ഇപ്പൊ ലോങ് ബോളറൊക്കെ കഴിഞ്ഞാൽ ഉഷാറായിട്ട് കളിപ്പിച്ചില്ല. അപ്പൊ മുമ്പ് വേറെ ഒരു ബോളറെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിക്കണം. അല്ല, നന്നായിട്ട് കളിച്ചോളെ പുറത്തിരുത്തതില്ല. കഴിഞ്ഞ കളിയിൽ നന്നായിട്ട് എറിഞ്ഞ ഒരു ബൗളർ ഉണ്ടായിരുന്നല്ലോ, ഓൾറൗണ്ടർ എങ്കിലും പിന്നെ ബൗളർ ആക്കിയല്ലോ. അപ്പൊ ബൗളറാണ് മൂപ്പര് മാക്സ്വെല്. എന്നിട്ട് ഇന്നലെ ഒറ്റ ഓവറും കൊടുത്തില്ലല്ലോ. അപ്പോ എന്താ കാട്ടണം, അതന്നെ ഇപ്പൊ അവസ്ഥ. പിന്നെ നിങ്ങളെ ക്യാപ്റ്റൻ ഒരു സൈഡിൽ ഇങ്ങനെ ഫീൽഡ് സെറ്റ് ചെയ്യും, അതിന് നേരെ ഓപ്പോസിറ്റ് വന്ന് കയറിയാണല്ലോ ബൗളർമാരൊക്കെ. ഒരു മാറ്റമില്ല എന്ന് ചുരുക്കത്തിൽ പറയേണ്ടി വരും. ചുരുക്കി പറഞ്ഞ ഞങ്ങൾ ഇപ്രാവശ്യം കപ്പിന് യാതൊരു വിധ താല്പര്യം നിങ്ങൾക്കില്ല. അങ്ങനെ പറയാൻ പറ്റൂല, നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. കൂടുതൽ പരാജയങ്ങൾ ഇതിന്റെ ഭാഗമാണല്ലോ. അതപ്പോ തത്വം പറയല്ലാതെ വേറെ ലക്ഷ്യം ഞാൻ അവിടെ കാണില്ല. പരാജയങ്ങളെ നിങ്ങളെ ഭാഗമാവുന്നുള്ളൂ, അതാ പ്രശ്നം.